ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ചായയൊക്കെ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ സ്നാക്സാണ്. അപ്പോൾ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് 2 സവാളയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകളും. ഇപ്പോൾ പെട്ടെന്നൊരു സ്നാക്സൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ ഓടിപ്പോയി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് എളുപ്പമാണ്. അപ്പോൾ കഴിക്കാൻ നേരത്തെ ഒരു ചെറു ചൂടോടുകൂടി ഒരു ചായയുടെ കൂടെയും അതേപോലെ തന്നെ സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സിന് വേണ്ടി ആദ്യം തന്നെ ചെറിയൊരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 2 മീഡിയം സൈസുള്ള സവാള ആയതുകൊണ്ട് 1 കപ്പ് കടലമാവ് കറക്റ്റായിരിക്കും. അപ്പോൾ സവാളയുടെ അളവ് നോക്കിയിട്ട് വേണം കടലമാവ് ചേർത്ത് കൊടുക്കാനായിട്ട്. 250 ml കപ്പിന് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് നമ്മുടെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ അതിന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ അത്രമാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ഗരം മസാലയോട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചേർക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അതും ഒരുപാടൊന്നും വേണ്ട, കാശ്മീരി ആയതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ മതിയാവും. ഇപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. കൂടെ തന്നെ നല്ലപോലെ ഇങ്ങ് പൊങ്ങി വരാനും ശരിക്കും സോഫ്റ്റായിരിക്കാനും വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ അത്രമാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അല്ലെങ്കിൽ നല്ലപോലെ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതിയാവും. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം മാത്രം എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പിടി നമ്മുടെ മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയാവും. ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ട സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള എടുക്കുമ്പോൾ 2 മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തീരെ കനം കുറച്ചൊന്നുമല്ല, ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. കേട്ടോ, ഇത് മതിയാവും. ഒരുപാട് കനം കൂടുതലുമില്ല, എന്നാൽ തീരെ അങ്ങ് കനം കുറച്ചുമല്ലാതെ ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഈ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും അതേപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും സവാളയും എല്ലാം കൂടി ആ പൊടിയായിട്ട് നല്ലപോലെ തന്നെ ഒന്ന് യോജിച്ച് വന്നോളും. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ചെറിയൊരു മാവിൻ്റെ രൂപത്തിൽ അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി പോകരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ശരിക്കും ഒരു കുഴമ്പ പരുവത്തിൽ ഇങ്ങാക്കിയെടുക്കാം നമുക്ക്. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടിപ്പോൾ ഒരുപാട് വെള്ളം കൂടുതലുമില്ല, എന്നാൽ തീരെ കുറവുമില്ല, ഒന്നുമില്ല. നമ്മുടെ സവാളയിലാണെങ്കിലും നല്ലപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മിക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീരകത്തിൻ്റെയും അതേപോലെ തന്നെ കായത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും തന്നെ വെക്കേണ്ട, നേരെ നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല പോലെ ഇങ്ങ് പൊങ്ങി വന്നോളും. കണ്ടോ, കയ്യിൽ ഇതേപോലെ എടുത്ത് നമ്മുടെ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്യുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റുള്ള രൂപം എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒന്ന് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലും, അതിനുശേഷം ഗ്യാസ് ഒരു മീഡിയത്തിൽ വേണം വെക്കാനായിട്ട്. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കയ്യിൽ ഇതേപോലെ കുറച്ചെടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വലുതാക്കി ഇടുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ചെറിയ ബോൾസായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് അങ്ങനെ ഷേപ്പൊന്നുമില്ല കേട്ടോ, കാരണം നമ്മുടെ കയ്യിലെടുത്ത് കുറച്ചങ്ങ് ഇട്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിലാണെങ്കിലും എടുത്ത് ഇതേപോലെ കുറച്ച് ഓയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ ഇതേപോലെ ചെറിയ ബോൾസായിട്ട് ഇടുകയാണെങ്കിൽ കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും, മാത്രമല്ല ഒരുപാട് സ്നാക്സ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടോ, ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് പതുക്കെ ഇങ്ങ് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡൊക്കെ റെഡി ആയി കഴിയുമ്പോൾ പതുക്കെ ഇങ്ങ് മറിച്ചിട്ട് കൊടുത്ത് 2 വശം റെഡി ആയി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം.
അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി 2 വശം റെഡിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടു, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് പൊങ്ങി ശരിക്കും നല്ല മുരുമുരാന്നാണ് ഇരിക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ ബാച്ച് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അടുത്തതും ഇതേപോലെ തന്നെ പെട്ടെന്ന് നമുക്കങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനാണെങ്കിലും ഒരുപാട് താമസമൊന്നുമില്ല. നമ്മുടെ കടലമാവും അരിപ്പൊടിയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ സാധാരണ നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ അതെന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ അതേപോലെ തന്നെ പതുക്കെ ഇതേപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന സ്നാക്സും കൂടിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും അറിയിക്കുക കേട്ടോ. ഞാനിവിടെ 2 ബാച്ചേ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും 2 പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പാൻ്റെ വലിപ്പം അനുസരിച്ച് കുറച്ച് അധികം വേണമെങ്കിൽ അധികം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മതിയെങ്കിൽ കുറച്ച്, അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒട്ടും തന്നെ കരിയാതെ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ആണെങ്കിലും കണ്ടോ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് പുറംഭാഗമാണെങ്കിലും നല്ലപോലെ തന്നെ മുരിഞ്ഞ് ഒരു ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ടൊമാറ്റോ സോസോ അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറായിരിക്കും. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കണേ. കൂടുതൽ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരിലേക്ക് കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിന് നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ സ്നാക്സൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാം. ബൈ.